ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 24,600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഓരോ ദിവസവും പുതിയ പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ദിവസം മുമ്പ് മാർക്കറ്റിൽ റാലി എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ ആ റാലി സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ കേസിലാണ്. അപ്പം ഇനി ഈ ഒരു ലെവല് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുമോ അതല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴെ വരുമോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴെ വന്നിട്ടുണ്ടായിരുന്നു. 1.4% അല്ലെങ്കിൽ 1.5% ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടായിരുന്നു. ഇനി മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു ദിവസം കൊണ്ട് തന്ന മൂവ്മെന്റ് അടുത്ത 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് താഴെ വന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, നമ്മുടെ നിഫ്റ്റി 50 അതേപോലെ നിഫ്റ്റി ബാങ്ക് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫാൾ എന്ന് പറയുന്നത് നിഫ്റ്റി ബാങ്കിലും അപ്സൈഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റി 50-ലായിരുന്നു. ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ മൊമെന്റം നോക്കുകയാണെങ്കിൽ ഏകദേശം 1.3% ഡൗൺ സൈഡിൽ നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തു. അതേപോലെ നിഫ്റ്റി ആകെ 0.5% ഡൗൺ സൈഡ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൗൺ സൈഡ് വരുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റി ബാങ്കുകൾ അല്ലെങ്കിൽ പിൻ നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യാമെന്നുള്ളതും സെൻസെക്സും നിഫ്റ്റി 50 മേലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാമെന്നുള്ളതാണ്. എന്തായാലും 24,118 എന്നുള്ള ലെവലിൽ ഈ ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ട്രേഡുകൾ ഡൗൺ സൈഡ് ആയിരിക്കും. അതേപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് 24,118 അതേപോലെ 24,020 എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഇനി വലിയ ഗ്യാപ്പ് അപ്പിൽ അല്ലെങ്കിൽ വലിയ അപ്സൈഡ് മൊമെന്റം തന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അതിന് കാരണം ഈ ഒരു ലെവല് ഇന്ന് വന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഔട്ട് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവ് എക്സ്പെക്ട് ചെയ്തത് മേലേക്കായിരുന്നു. നേരെ എന്ത് ചെയ്തു, മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് തന്നു. അതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ സൈഡ് വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിപ്പം ഈ ഒരു ലെവലിക്ക് ഇനി വന്നു കഴിഞ്ഞാൽ ഇതിന് ബ്രേക്ക് ഔട്ട് കിട്ടി ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, 24,500 വരേക്കുള്ള ടാർഗറ്റ് പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നിഫ്റ്റി 50-ലുള്ള നമ്മുടെ ട്രേഡിങ്ങിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനിടക്കുള്ള ഏരിയ, അതായത് 24,300 അല്ലെങ്കിൽ 24,200 എന്നുള്ള ഈ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ഏരിയക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ഇല്ലാണ്ട് വെയിറ്റ് ചെയ്യുന്ന നാളെ ദിവസം മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കും. അതേപോലെ നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഇതിന് മുമ്പത്തെ സപ്പോർട്ട് സോണിലാണ് വന്ന് നിൽക്കുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് തരാനുള്ള സിനാരിയോസ് ഉണ്ട്. കാരണം ലാസ്റ്റ് അവറിൽ മാർക്കറ്റ് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവല് ഇപ്പം നിൽക്കുന്ന മാർക്കറ്റിൻ്റെ ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമാണ് അറിയേണ്ടത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 52,350 അല്ലെങ്കിൽ 380 എന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്ത മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയ 52,520 ആണ്. അത് കഴിഞ്ഞ് അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം, മേലേക്ക് പോരും എന്നുള്ളത് തന്നെയാണ്. ഇൻ കേസ് ഇനി നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 51,773 അല്ലെങ്കിൽ അത് താഴേക്കുള്ള അടുത്ത സപ്പോർട്ടുകൾ വരേക്ക് മാർക്കറ്റ് വരാം എന്നുള്ള വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അപ്പം ഡെയിലി ക്യാൻഡിൽ നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ഡൗൺ സൈഡ് വലിയ മൂവ്മെന്റുകൾ വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പം ഡെയിലി ക്യാൻഡിലൂടെ നോക്കുക. ഡെയിലി ക്യാൻഡിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും ഇതേ ഏരിയയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺസോൾട്ടേഷൻ എവിടെയാണോ ക്രിയേറ്റ് ചെയ്ത് ആ ഏരിയനെ വീണ്ടും ഇതൊന്ന് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ വരികയാണോ അതോ ഇവിടെ വന്ന് 51,716 വന്ന് തിരിച്ച് പോകുന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഈ ഒരു ഏരിയ കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, വീണ്ടും താഴേക്ക് തന്നെ വരാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പം നിഫ്റ്റി 50-ലും ഏകദേശം ഇതേ സിനാരിയോ ആണ് കാണിക്കുന്നത്. ഈ ഒരു ലെവലിലേക്ക് 23,896 എന്നുള്ള ലെവൽ ടച്ച് ചെയ്യാം. അത് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുമ്പത്തെ ലോ ആയിട്ടുള്ള 23,250 അല്ലെങ്കിൽ 280 എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഡെയിലി ക്യാൻഡിൽ അനാലിസിസ് ആണ്. ഇൻ കേസ് എന്തായാലും മാർക്കറ്റ് ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് പുൾ ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഈ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് കാഴ്ചപ്പാട് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ അയാളെ സംബന്ധിച്ച് 24,800 മുകളിലും അതേപോലെ ഈ ലെവലിൻ്റെ താഴെ 23,800 താഴെയും സെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അയാൾക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു 10 ദിവസം 15 ദിവസം വെയിറ്റ് ചെയ്താലും മാർക്കറ്റ് അതിൻ്റെ മുകളിലോ താഴെ വരാതെ ഇവിടെ റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഇതാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചാർട്ട്, അതേപോലെ വരുന്ന ദിവസങ്ങളിൽ ചാർട്ട് എങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളാവാം, കഴിഞ്ഞ മാസങ്ങളിലാവാം, ചാർട്ട് വെച്ചിട്ട് ഇതേ പാറ്റേൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് കൂടെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അനാലിസിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റും. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.